ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ പറയുന്നുണ്ടായി ഒരു കാര്യം പറയണമെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ജോലേട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ മാറിയായിരുന്നു. അപ്പം വേറെ ഒരു സിറ്റിയിലോട്ട് വന്ന്. അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനും ജോലേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു മലയാളിയുടെ വീട് തന്നെയാണ്, അതിനകത്ത് 2 മലയാളി പിള്ളേർ തന്നെയാണ് താമസിക്കുന്നത്. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യന് കയറാൻ പറ്റാത്ത രീതിയിൽ അത്രയും വൃത്തിയില്ലാത്ത രീതിയിലാണ് ആ വീടുള്ളത്. ആ ബാത്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ആ സ്റ്റൗവിനകത്തൊക്കെ ചായയും ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇത് തിളച്ച് വീഴത്തില്ലേ, അതെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുക. ഞാൻ മനസ്സോടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് എങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ സാധനങ്ങളെല്ലാം ആ വീട്ടിൽ ആദ്യമേ കൊണ്ടുവച്ചു. എന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലായി. കാരണം മൊത്തവും അത്ര ഒരു മനുഷ്യന് പറ്റത്തില്ല ആ ഒരു രീതിയിലെ അവസ്ഥ. ഞാൻ പിന്നെ ആ സ്പോട്ടിൽ നിന്ന് ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ പിന്നെ വേറെ ഒരു ഹോട്ടലോ എല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. ഇപ്പം ഞാൻ Airbnb എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, നമ്മളുടെ ഈ പേയിങ് ഗസ്റ്റ് പോലെ. അങ്ങനെ ഒരു റൂമിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തതിൻ്റെ കാര്യം അത് തന്നെ. നല്ലൊരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ മഞ്ഞും കൂടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നല്ലോണം ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങോട്ടും ഒരു 1 hour ഡ്രൈവ് ഉണ്ട്, ഇങ്ങോട്ടും ഒരു 1 hour അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടയർഡാവും. പിന്നെ ഫുഡും കഴിച്ച് നാളത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങ് കിടന്നുറങ്ങും. മൂവിങ് ഓൺവേർഡ്സ് കുറച്ച് നല്ല ക്വാളിറ്റി കണ്ടൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു റൂമിൽ നിന്ന് ഞാൻ ഉടനെ തന്നെ മാറും. റെൻറ്റും കൂടുതലാണ്, പക്ഷേ വലിയ ഗുണമില്ല. ഞാൻ ഉടനെ തന്നെ മാറിയിട്ട് ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ മൂവ് ചെയ്യും. എൻ്റെ കയ്യിൽ കുറേ കുഞ്ഞു കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ റൂമിലൊക്കെ ഒന്ന് വെച്ച് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് സെറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ എനിക്കൊരു സന്തോഷം വരത്തുള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു കാര്യമുണ്ട്. January 9 എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളൊരു ദിവസമാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ കുടുംബത്തിനും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നാളെ എന്തായാലും പറയാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം സിയ.